ശ്രീ ടി ടി മാധവൻ, ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലോ. അതായത് 15 കിലോമീറ്റർ അകലെയാണ് എന്നുള്ളതാണ്. ഏതായാലും രാജരാജേശ്വര ക്ഷേത്രത്തിലല്ല എന്നുള്ള കാര്യം ശിവകുമാർ കൺഫേം ചെയ്തിരിക്കുന്നു. 15 കിലോമീറ്റർ അകലെ എന്ന് പറയുമ്പോൾ ടി ദേവസ്വത്തിൻ്റെ പരിധിയിൽ വരുന്ന ഇടം തന്നെ. അദ്ദേഹം ഈ അത്രയും എതിർപ്പുകളും വിമർശനങ്ങളും വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ലാരിഫിക്കേഷൻ വന്നത്. ഇതുവരെ ഈ സമയം വരെ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ചെയ്തത്. ഈ ക്ഷേത്രം പരിസരം എന്ന് പറയുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ക്ഷേത്രത്തിനെയും അങ്ങനെ അതിൻ്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഇവിടുത്തെ ആക്ഷേപിക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. അത് വളരെ മോശമായി പോയി എന്നാണ് ദേവസ്വം ആദ്യം ആ കാര്യത്തിൽ പറഞ്ഞത്. കാരണം അത് പൂർണ്ണമായും അസത്യമായ ഒരു കാര്യങ്ങളാണ്, അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം കൂടിയാണത്. അത് ആദ്യമേ അദ്ദേഹം പറയാമായിരുന്നു ക്ഷേത്രത്തിൻ്റെ 15 കിലോമീറ്റർ ചുറ്റളവിലാണെന്ന് പറഞ്ഞാൽ ഈ രാജരാജ ക്ഷേത്രം അല്ല എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. അദ്ദേഹം അത് പറയാതെ ഇപ്പോഴും വിമർശനങ്ങളും കാര്യങ്ങളും കുറച്ച് ഏറി വർദ്ധിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ 15 കിലോ ചുറ്റളവിലാണ്. പക്ഷേ 15 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ് സ്ഥലമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിയാണ് അത് പറയണത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്ന സമീപനം ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് നേരിട്ട് കേരളത്തിലെ സർക്കാരുകളെ അറിയിക്കുക, ഇങ്ങനെ ബലി നടന്നിട്ടുണ്ട്, നമുക്കെതിരെ പൂജ നടന്നിട്ടുണ്ട്, ആ കാര്യം ഒന്ന് അന്വേഷിക്കണമെന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നു അദ്ദേഹം. അല്ലാതെ തളിപ്പറമ്പിലെയും രാജരാജ ക്ഷേത്രത്തിലെയും ഭക്തരെയൊക്കെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഒരു പത്രസമ്മേളനമല്ല നടത്തേണ്ടത്. കാരണം ഇപ്പോഴാണെങ്കിൽ കർണാടകത്തിൽ നിന്ന് ധാരാളം പേര് എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വൈശാഖോത്സവം പ്രമാണിച്ചിട്ട് ഇപ്പം 10,000-കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ദിവസവും സന്ദർശനം നടത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് 7 മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാറുള്ളൂ. അതും വെറും കൈയോടെ അവർക്ക് പോകാൻ പറ്റില്ല. നെയ്യമൃതോടു കൂടി മാത്രമേ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചിട്ട് ദേവനെ തൊഴാൻ അവർക്ക് പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ്. ധാരാളം കർണാടകക്കാർ, ഈ പറയുന്ന BJP നേതാക്കന്മാർ, JDSകാർ, കോൺഗ്രസിൻ്റെ അടക്ക നേതാക്കന്മാർ സ്ഥിരമായി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹം അങ്ങനെ വിവാദ പ്രസ്താവന നടത്തിയതിൽ ശക്തമായ പ്രതിഷേധം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹം ഇപ്പം ലേശം വ്യക്തത വരുത്തിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ ശരി. ശ്രീ ടി മാധവൻ, ഏതായാലും ഒരു കാര്യത്തിൽ താങ്കൾക്ക് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ TK ദേവസ്വത്തിന് സന്തോഷമുണ്ട്. രാജരാജേശ്വര ക്ഷേത്രത്തിലല്ല ഇത് നടന്നത്. രാജരാജേശ്വര ക്ഷേത്രം ആ സ്ഥലത്തെ കുറിക്കുന്നതിന് വേണ്ടി മാത്രമാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. Debate with MV Nikesh Kumar.